ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSC സ്വാഗതം. ഇന്ന് നടന്ന LGS എക്സാമിൻ്റെ മാത്സിൻ്റെ ആൻസർക്കാണ് നോക്കുന്നത്. ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 289 ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്ര? പരപ്പളവ് എന്ന് പറയുമ്പോൾ വശം ഗുണം വശമാണ് 289 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വശം എത്രയായിരിക്കും? √289 = 17 മീറ്റർ. മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം. 10 വർഷം കഴിഞ്ഞ് മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായം എങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം 10 വയസ്സ്. 2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ 2, 4, 5 എൽസിയം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ കിട്ടുന്നത് 20 ആയിരിക്കും. 9:3:64 3ൻ്റെ സ്ക്വയറാണ് 9. അപ്പോൾ എത്രയുടെ സ്ക്വയറാണ് 64? 8ൻ്റെ സ്ക്വയറാണ് 64. ഓപ്ഷൻ ഡി. ക്രമമായി പൂരിപ്പിക്കുക. 2, 5, 8. 2 + 3 5, 5 + 3 8, 8 + 3 11. ഓപ്ഷൻ ബി. 1/10 = 0.1 ആയാൽ 10/100ൻ്റെ ദശാംശ രൂപം. ഇതെന്ന് പറയുമ്പോൾ മാറ്റമൊന്നും വരത്തില്ല, 0.1 തന്നെയാണ് വരുന്നത്. 1/10 ഇൻറ്റു 10/10 ചെയ്യുമ്പോഴാണ് 10/100 കിട്ടുന്നത്. 1/10 ഇൻറ്റു 10/10 അങ്ങനെ ആകുമ്പോൾ അത് രണ്ടും ക്യാൻസലായിപ്പോൾ ആൻസർ സെയിം തന്നെ വരും. മാർക്കുകളുടെ ശരാശരി 52, 62, 32, 42, 22 ഇതെല്ലാം കൂടെ കൂട്ടുമ്പം 210 കിട്ടും. 210 ÷ 5 എന്ന് പറയുന്നത് 42. 1/2 + 4 3/4 - 1ൻ്റെ വില എത്ര? അരയും മുക്കാലും കൂടെ കൂട്ടുമ്പോൾ 1/4. 1/4 നിന്ന് 1 കുറയ്ക്കുമ്പോൾ കാലെന്ന് പറഞ്ഞാൽ 4/1. 15/p = 3 ആയാൽ പിയുടെ വില 15 = 3p എന്ന് വരും. അപ്പോൾ എത്രയാ? p = 5 എന്ന് വരും. ഓപ്ഷൻ ബി. ഒരു വരിയിൽ ദിയ മുന്നിൽ നിന്ന് 8ാമതും പിന്നിൽ നിന്ന് 5ാമതുമാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 1 കുറച്ച് എഴുതിയാൽ മതി. അതായത് 8 + 5 - 1 അതാണ് വരുന്നത് 12 പേര്. 3ൻ്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണ്? 102. ഓക്കെ. 5 സ്ക്വയർ 25 ആയാൽ 0.5 സ്ക്വയർ എത്രയായിരിക്കും? 2 ദശാംശ സ്ഥാനം വരും. അപ്പോൾ 0.25. 8 രൂപ കൂടി കിട്ടിയാൽ രാജുവിന് 100 രൂപ തികയ്ക്കാമായിരുന്നു എങ്കിൽ രാജുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 92. പാറ്റേൺ നോക്കി പൂരിപ്പിക്കുക. 1 × 3 = 2² - 1 ഉണ്ട്. ഇതിനിടയ്ക്കുള്ള ഇല്ലാത്ത നമ്പർ സ്ക്വയർ -1 ആണ് വരുന്നത്. 2 × 4 എന്ന് പറയുമ്പോൾ 3 ഇല്ല, അപ്പോൾ 3² - 1. 3 × 5 എന്ന് പറയുമ്പോൾ 4 ഇല്ല, അപ്പോൾ 4² - 1. 10 × 12 എന്ന് പറയുമ്പോൾ 11² - 1. 11 സെൻറ്റിമീറ്റർ 11 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര? പരപ്പളവ് എന്ന് പറയുമ്പോൾ എത്രയാണ്? നീളം അധികം ചതുരത്തിൻ്റെ പരപ്പളവ് നീളം അധികം വീതി ഗുണം 2 ആണ്. അപ്പോൾ 38. ഒരാൾ 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ 598 രൂപയ്ക്ക് വിൽക്കുന്നു. നഷ്ടശതമാനം = നഷ്ടം / വാങ്ങിയ വില × 100. നഷ്ടം എന്ന് പറയുന്നത് 52 രൂപ നഷ്ടം. 52 / വാങ്ങിയ വില എത്രയാണ്? 650 × 100. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 8%. 18 / 2 × 18 / 6 - 5. ആദ്യം ബ്രാക്കറ്റിലെല്ലാം ചെയ്യുക. അതെല്ലാം ക്ലിയർ ചെയ്ത് വരുമ്പോൾ 1 എന്നാണ് വരുന്നത്. അപ്പോൾ 18 / 1 = 18. ഒരു ബസ്സിൻ്റെ വേഗത 52 km/h ആണെങ്കിൽ 6 മണിക്കൂർ ബസ് സഞ്ചരിക്കുന്ന ദൂരം എത്ര? 52 × 6. അപ്പം 6 2 12 വരുമ്പോൾ എത്ര വരും? 312 km. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക. n എണ്ണൽ സംഖ്യകളുടെ തുകയെന്ന് പറഞ്ഞാൽ n × n + 1/2 ആണ്. അതായത് 9 × n + 1 എന്ന് പറയുമ്പോൾ 10 / 2. അപ്പം 45 വരും. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ത്രികോണം, സമചതുരം, ചതുരം, ലംബകം. ഏതാണ് പെടാത്തത്? ത്രികോണം. ബാക്കി എല്ലാത്തിനും 4 സൈഡുണ്ട്. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.